നമസ്കാരം. ഇന്നത്തെ യാത്ര ലക്ഷദ്വീപിലേക്കാണ്. ഇന്നത്തെ യാത്രയിൽ ലക്ഷദ്വീപിലെ കാഴ്ചകളൊന്നും തന്നെയില്ല. യഥാർത്ഥത്തിൽ ഒരു ലക്ഷദ്വീപ് യാത്ര എങ്ങനെ സാധ്യമാവും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. ലക്ഷദ്വീപിൻ്റെ മനോഹര കാഴ്ചകളും അവിടുത്തെ ആക്ടിവിറ്റികളും അവിടുത്തെ ജനങ്ങളും പ്രകൃതിയൊക്കെ ഞാൻ അടുത്ത വീഡിയോ മുതൽ ഇട്ട് തുടങ്ങാം. ലക്ഷദ്വീപിലേക്കുള്ള യാത്ര ഞാൻ ആരംഭിക്കുന്നത് കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് നിന്ന് 9 മണിക്കാണ് ഫ്ലൈറ്റ് ഉള്ളത്. ATR ഫ്ലൈറ്റാണ്. 72 പേർക്ക് ഇരിക്കാവുന്ന ATR ഫ്ലൈറ്റ്. 1 മണിക്കൂറിന് കഷ്ടി സമയം കൊണ്ട് കൊച്ചിയിലെത്തും. കൊച്ചിയിൽ നിന്ന് പിന്നീട് യാത്ര ആരംഭിക്കുന്നത് 10:30ക്കാണ്. 10:30യോടുകൂടി യാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ കഷ്ടി സമയം മതി അഗത്തിയിലെത്താൻ. കോഴിക്കോട് നിന്ന് പുറപ്പെട്ട യാത്ര കൊച്ചിയിലെത്തുമ്പോഴേക്കും ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കൊച്ചി എയർപോർട്ട്. കൊച്ചി എയർപോർട്ടിൻ്റെ മുകളിലുള്ള കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തൊരു ഗോൾഫ് കോഴ്സൊക്കെ കാണാൻ പറ്റും. അത് ഞാൻ ഇതുവരെ മുമ്പ് കണ്ടിട്ടില്ല. ലക്ഷദ്വീപ് ഇന്ത്യയിലെ തന്നെ പ്രദേശമാണെങ്കിലും നേരെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റുമായിട്ട് ലക്ഷദ്വീപിലേക്ക് ചെല്ലാൻ കഴിയില്ല. ലക്ഷദ്വീപ് ഒരു നിയന്ത്രിത പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ക്ലിയറൻസ് അത്യാവശ്യമാണ്. അതില്ലാതെ ലക്ഷദ്വീപിലേക്ക് കടക്കുക എന്നുള്ളത് സാധ്യമല്ല. ലക്ഷദ്വീപ് യാത്രയിൽ പോലീസ് ക്ലിയറൻസ് ആവശ്യപ്പെടുന്നത് യാത്രക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കാനല്ല, മറിച്ച് അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. ലക്ഷദ്വീപിലേക്ക് യാത്ര പോകുന്ന ആളുകളോട് പോലീസ് ക്ലിയറൻസ് ചോദിക്കുന്നത് പ്രധാനപ്പെട്ട 5 കാരണങ്ങളാണ്. 1, ലക്ഷദ്വീപ് ഒരു രാജ്യാതിർത്തിയാണ്. കടൽ സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതും. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ആളുകളുടെ പശ്ചാത്തലം അന്വേഷിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ആകെ 10 മുതൽ 12 വരെ ദ്വീപുകളിൽ മാത്രമേ ആൾതാമസമുള്ളൂ. ബാക്കിയുള്ള 36 ദ്വീപുകളിൽ ബാക്കിയുള്ളതിൽ ആൾതാമസമല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള സാധ്യതയെല്ലാം മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഈ വരുന്ന ആളുകളുടെ പശ്ചാത്തലം അന്വേഷിക്കുന്നത്. ലക്ഷദ്വീപ് യാത്രയിലുള്ള നിയന്ത്രണത്തിൻ്റെ മറ്റ് കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രാദേശിക ജനങ്ങളുടെ സംരക്ഷണമാണ്. ആകെയുള്ള ജനസംഖ്യ 70,000 മുതൽ 72,000 വരെയാണ് 2021 സെൻസസ് പ്രകാരമുള്ളത്. അതുകൊണ്ട് തന്നെ പുറമേ നിന്നുള്ള യാത്രക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പ്രാദേശിക സമൂഹത്തിൻ്റെ സംസ്കാരവും ജീവിതശൈലിയും സംരക്ഷണവും ഒക്കെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആ നിയന്ത്രണം നിലനിൽക്കുന്നത്. മറ്റ് കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രകൃതി സംരക്ഷണമാണ്. ലക്ഷദ്വീപിൻ്റെ കടലും പവിഴപ്പുറ്റുകളും അതീവ സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രകൃതി ലോല പ്രദേശമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നിയന്ത്രണമല്ലാത്ത തരത്തിലുള്ള ടൂറിസം പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കാതിരിക്കാനാണ് ഈ പ്രവേശനം നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ അനധികൃതമായ പ്രവർത്തനങ്ങൾ തടയാൻ വേണ്ടിയിട്ടും. അനധികൃതമായ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനധികൃതമായ വ്യാപാരം, മത്സ്യബന്ധനം തുടങ്ങിയവ ഇവിടെയുള്ള സിസ്റ്റത്തിന് ദോഷകരമായി ബാധിക്കും. അതുപോലെ തന്നെ അനധികൃതമായിട്ടുള്ള താമസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ജനതയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇത്തരമൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ പുറത്തിറങ്ങിയ നിയമപ്രകാരമുള്ള ദ്വീപിലേക്ക് പോകാനും അതുപോലെ തന്നെ വിനോദസഞ്ചാരികൾക്ക് ഉള്ള അനുമതിയൊക്കെ പോലീസ് ക്ലിയറൻസും വെരിഫിക്കേഷനും ആവശ്യമായിട്ട് വരുന്നത്. പോലീസ് ക്ലിയറൻസ് എടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. നമുക്ക് അക്ഷയയിൽ പോയിട്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്ലൈ ചെയ്യുന്ന സമയത്ത് പർപ്പസ് ഓഫ് വിസിറ്റ്, ഒരു ആധാർ കാർഡ്, ഫോട്ടോ, പിന്നീട് 750 രൂപയാണ് അതിൻ്റെ ഫീസ്. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നമ്മളൊരു ഒഫൻസിലൊന്നും ഇൻവോൾവ് ആയിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് നമ്മുടെ നേറ്റീവ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടും. ഇത് തുണ ആപ്പ് വഴി നമുക്ക് ഡയറക്റ്റായിട്ടും അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ ട്രാവൽ ഏജൻറ്റിനെ ഏർപ്പാടാക്കിയാലും മതി. പോലീസ് ക്ലിയറൻസ് കിട്ടിയ ശേഷം ആ സർട്ടിഫിക്കറ്റ് നമ്മൾ ട്രാവൽ ഏജൻറ്റിനെ ഏൽപ്പിക്കുകയാണ്. ട്രാവൽ ഏജൻറ്റാണ് പിന്നീട് നമുക്ക് ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് എടുക്കുന്നത്. ലക്ഷദ്വീപിലേക്കുള്ള വിനോദയാത്ര ഒരു ഏജൻസി വഴിയോ അല്ലെങ്കിൽ ഒരു സ്പോൺസർ വഴിയോ മാത്രമേ സാധ്യമാവുള്ളൂ. സ്പോൺസർ വഴി സാധ്യമാവുക എന്ന് വെച്ചാൽ നമ്മൾ അവരുടെ ഗസ്റ്റായിട്ട് പോകുന്ന പോലെ. ഞങ്ങൾ പോയത് ഒരു ഏജൻസി ത്രൂ ആണ്. അതായത് ട്രിപ്പ് ആൻഡ് ടോൾ എന്നുള്ളൊരു ഏജൻസി ത്രൂ ആണ് പോയത്. 40,000 രൂപയാണ് ഒരാൾക്ക് ചാർജ് ആയത്. മൊത്തം ഞങ്ങൾക്ക് 80,000 രൂപയാണ് ചാർജ്. അതിൽ ഫ്ലൈറ്റ് ടിക്കറ്റ്, താമസം, ഭക്ഷണം, അവിടെയുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റികളെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ്. സ്കൂബ ഡൈവിംഗ് പോലുള്ള കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നതല്ല കേട്ടോ. പല പല ട്രാവൽ ഏജൻസിൻ്റെ പരസ്യങ്ങളും കാണാറുണ്ട്. ലക്ഷദ്വീപിലേക്കുള്ള യാത്ര ചെറിയ പൈസയ്ക്ക് 20,000 രൂപയ്ക്കൊക്കെ നടത്തുന്നതായിട്ട് കാണാറുണ്ട്. മിക്കവാറും ഈ ഇത്തരം ട്രിപ്പുകളിൽ അവർ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഫ്ലൈറ്റ് ടിക്കറ്റ് ഇല്ലാതെ പോകുന്ന സമയത്ത് നമുക്ക് വരാവുന്ന ചാർജ് ചിലപ്പോൾ ഭയങ്കര കൂടുതലായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ സമയത്തും ഓരോ റേറ്റാണ്. ഇപ്പോൾ പോവാനും വരാനുമായിട്ട് 6,000 രൂപ 3 മാസത്തിന് ശേഷമുള്ള ടിക്കറ്റിന് 6,000 രൂപയുള്ളതുണ്ട്. എങ്കിൽ തന്നെയും നമുക്ക് അടുത്ത് തന്നെ ടിക്കറ്റ് കിട്ടണമെങ്കിൽ 20,000 30,000 രൂപയാണ് ടിക്കറ്റിൻ്റെ ചാർജ്. അതുപോലെ തന്നെ ഒരു വശത്തേക്ക് മാത്രം ടിക്കറ്റ് എടുത്ത് ലക്ഷദ്വീപിലേക്ക് യാത്ര പോകരുത്. കാര്യം എന്താ വെച്ചാൽ ക്ലൈമറ്റിൻ്റെ ചേഞ്ച് അനുസരിച്ച് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പകൽ മാത്രമേ അവിടുത്തെ എയർപോർട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലും
മുട്ടുകൊണ്ട് ക്യാൻസലായി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാനുള്ള എയർ ടിക്കറ്റ് നമ്മൾ ഇല്ലാത്ത പക്ഷം നമ്മൾ അവിടെ കുടുങ്ങിപ്പോവും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാനാണെങ്കിൽ നമുക്ക് മടക്കയാത്രയ്ക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് വലിയ കാശ് കൊടുത്ത് വാങ്ങേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരാളെ ഞങ്ങൾ അവിടെ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ലക്ഷദ്വീപിലെ അഗത്തിയിലാണ് ഫുള്ളി ഫങ്ഷണലായിട്ടുള്ള എയർപോർട്ട് ഉള്ളത്. പിന്നീട് മിനിക്കോയിലൊരു എയർപോർട്ടുണ്ട്. അതുപോലെ ബംഗാര ഐലൻഡിലൊരു ഹെലിപാഡ് ഉണ്ട്. ഇതൊക്കെയാണ് അവിടുത്തെ ഒരു സിസ്റ്റം. എങ്കിൽ തന്നെയും മിനിക്കോയിലെ എയർപോർട്ട് ഫുള്ളി ഫങ്ഷണൽ അല്ല. ഇനി അത് മിലിറ്ററി ബേസ് ആയിട്ട് ഉപയോഗിക്കാനും അതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്യാനും ഒക്കെയുള്ള പ്ലാനുകളുണ്ട്. വളരെ ചെറിയ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെയോ അല്ലെങ്കിൽ ഒരു വലിയ ബസ് സ്റ്റേഷൻ്റെയോ ഒക്കെ വലിപ്പമേ ഉള്ളൂ ഈ എയർപോർട്ടിന്. എങ്കിൽ തന്നെയും വളരെ ഭംഗിയായിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ എയർപോർട്ടിന് പുറത്തെത്തുമ്പോഴേക്കും ഞങ്ങളെയും കാത്ത് ട്രാവൽ ഏജൻറ്റിൻ്റെ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. വളരെ അടുത്താണ്, എയർപോർട്ടിൽ നിന്ന് നടക്കാവുന്ന ദൂരമേ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്കുള്ളൂ. ഇവിടെ മിനിമൽ ആയിട്ടുള്ള സപ്ലൈസേ വരാറുള്ളൂ. അതിനനുസരിച്ചുള്ള ഫെസിലിറ്റികളാണ് ഇവിടെയുള്ളത്. പുതിയതായിട്ടുള്ള ബംഗാർ ഐലൻഡ്സിൽ പുതിയ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. അതിനുശേഷം വലിയ തരത്തിലുള്ള ടൂറിസം ഡെവലപ്മെൻറ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ കൂടുതലായിട്ടും ടൂണ മത്സ്യമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഭക്ഷണം പറയുകയെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നതാണ് ഇവിടെയുള്ള ഭക്ഷണങ്ങളിൽ മിക്കവാറും. ശരിക്കും പറയുക വെച്ചാൽ ഇവിടെ മത്സ്യവിഭവങ്ങൾ മാത്രമാണ് കൂടുതലായിട്ടുള്ളത്. പിന്നീട് തേങ്ങയാണ് ഉള്ളത്. അത് തരത്തിലുള്ള ഭക്ഷണ രീതികളാണ് ഇവർ ക്രമപ്പെടുത്തുന്നത്. നമ്മളിവിടെ എത്തുന്ന സമയങ്ങളിൽ ഇവരോട് ഇവരുടെ ഭക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടില്ല വെച്ചാൽ നമുക്ക് നിരാശപ്പെടേണ്ടതായിട്ട് വരും. മിക്കവാറും ട്രാവൽ ഏജൻറ്റിൻ്റെ ട്രിപ്പുകളെല്ലാം 4 ദിവസത്തെ പാക്കേജ് ആയിരിക്കും. ഒരു ദിവസം ചെല്ലാനും ഒരു ദിവസം തിരിച്ചു വരാനും 2 ദിവസം അവിടുത്തെ കാഴ്ചകൾ കാണാനും. നമ്മൾ ഏകദേശം 11:30 ആകുമ്പോൾ അവിടെ എത്തും. അങ്ങനെ എത്തുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഒരു ബൈക്ക് സംഘടിപ്പിക്കുക. ആകെക്കൂടെ അഗത്തി ഐലൻഡ് 6 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അതായത് എയർപോർട്ടിൽ നിന്നാണ് അഗത്തി ഐലൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അഗത്തി ഐലൻഡ് അവസാനിക്കുന്നത് ലൈറ്റ് ഹൗസിൻ്റെ അടുത്താണ്. അവിടെ വരെയുള്ള യാത്ര സിമ്പിളായിട്ട് ഒരു സ്കൂട്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റി നടന്ന് കാണാവുന്നതേ ഉള്ളൂ. കത്തിയുടെ ആകൃതിയിലുള്ള 6 കിലോമീറ്ററാണ് അഗത്തി ഐലൻഡ്. അതുകൊണ്ട് തന്നെയാണ് അഗത്തി എന്ന് പേര് വരാൻ കാരണം. ഈ 6 കിലോമീറ്ററിൽ ഇവിടെയുള്ള ഹോസ്പിറ്റൽ, ഹോട്ടൽസ്, റിസോർട്ടുകൾ, മ്യൂസിയം, ലൈറ്റ് ഹൗസ് എന്നിങ്ങനെ എല്ലാ കാഴ്ചകളും ഈ 6 കിലോമീറ്ററിലുണ്ട്. ഒരു സിമെൻറ്റ് റോഡിലൂടെ ഒരു ബൈക്കും എടുത്ത് പുറപ്പെട്ടാൽ എല്ലാം കണ്ട് തിരിച്ചു വരാം. ഞങ്ങൾ താമസിച്ചത് കോറൽ ബേ റിസോർട്ടിലാണ്. വളരെ അടുത്ത്, എയർപോർട്ടിൽ നിന്ന് വളരെ അടുത്താണ്, നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. അതുപോലെ തന്നെ റിസോർട്ടുകൾ തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ റിസോർട്ട് എയർപോർട്ടിൽ നിന്ന് വളരെ അടുത്തുള്ള ഫസ്റ്റ് റിസോർട്ടാണ്. പിന്നീട് പറയുകയെന്ന് വെച്ചാൽ പരിമിതപ്പെട്ട സൗകര്യങ്ങളാണ്, പക്ഷേ സഫിഷ്യൻ്റ് ആണ്. വൈഫൈ സൗകര്യമുണ്ട്. അതുപോലെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാം. ഗോഗിൾസും മറ്റ് സ്നോർക്കലിങ്ങിൻ്റെ സൗകര്യങ്ങളൊക്കെ എല്ലാ റൂമുകളിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാളത്തെ പ്രോഗ്രാം, ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള പ്രോഗ്രാമിനെ കുറിച്ച് ബ്രീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലക്ഷദ്വീപിലെ ഗൈഡ് സുക്കൂർ വന്നിട്ടുണ്ട്. ഇത്രയും കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അടുത്ത വീഡിയോയിൽ ലക്ഷദ്വീപിൻ്റെ മനോഹരങ്ങളായിട്ടുള്ള മറ്റ് കാഴ്ചകളുമായിട്ട് വരാം. താങ്ക് യു. നമുക്ക് നാളെ കോറൽ ഗാർഡിൽ നമുക്ക് പോകുന്നില്ലേ? കോറൽ ഗാർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ ഡൈവില്ലേ, ഡൈവ് നമ്മളെ ഡീപ്പിൽ പോയിട്ട് ചെയ്യുന്നില്ല. കോറൽ ഗാർഡ് നമ്മളെ അടുത്ത് ഫിഷ് വരും, നമ്മുടെ ഹഗ് ചെയ്തിട്ട് പോകും. അത്ര ഫ്രണ്ട്ലി ഫിഷസ് ആണ്.